ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ദുർഗാദേവിയുടെ ഒരു മന്ത്രമാണ്. ദേവി മഹാത്മ്യമൊക്കെ പാരായണം ചെയ്യുന്നവർക്ക് പരിചിതമായിട്ടുള്ള ഒരു മന്ത്രമായിരിക്കും ഇത് നമ്മൾ എന്തിനാണ് ചൊല്ലുന്നത്? നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ആ ഒരു ആവശ്യം ദേവിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ചൊല്ലാവുന്നതാണ്. വളരെയധികം പവർഫുള്ളായിട്ടുള്ളതാണ് ഈ ഒരു മന്ത്രം എന്ന് പറയുന്നത്. ഇത് ചൊല്ലുമ്പോൾ പാലിക്കേണ്ടുന്ന നിഷ്ഠകൾ എപ്പോഴും നമ്മൾ പറയുന്നത് പോലെ തന്നെ പീരിയഡ്സും പുലവാലായ്മയുള്ളപ്പോഴും ഒന്നും നമ്മളിത് ജപിക്കരുത്. നോൺ വെജ് കഴിച്ചിട്ട് പ്രത്യേകിച്ച് ഇത് ജപിക്കാൻ പാടില്ല. നിങ്ങൾ നോൺ വെജ് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് ചൊല്ലിയിട്ട് നിങ്ങൾക്ക് നോൺ വെജ് കഴിക്കാം. ഇനി ഇത് എപ്പോൾ ചൊല്ലണം? സന്ധ്യാസമയത്ത് കത്തിച്ചു വെച്ച നിലവിളക്കിന് മുൻപിലിരുന്നത് ചൊല്ലുന്നതാണ് അതിമനോഹരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. അതിമനോഹരം എന്ന് പറയാൻ കാരണം ആ സമയത്ത് നമ്മളിത് ചൊല്ലുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ളൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യാനും അതുവഴി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമുക്ക് സാധിച്ചെടുക്കാനും സാധിക്കും. ഇത് ചൊല്ലുന്നവരോട് ഞാൻ ഒരു കാര്യം പറയുകയാണ്. നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു ദേവീഭാവമുണ്ടെങ്കിൽ ആ ഒരു ഭാവത്തെ മനസ്സിൽ ഉറപ്പിച്ച് അമ്മ നമ്മുടെ മുൻപിൽ വന്ന് നിറചിരിയോടുകൂടി ഇരിക്കുന്നു എന്ന് വിഷ്വലൈസേഷൻ ചെയ്തുകൊണ്ട് ഇത് ചൊല്ലാൻ ശ്രമിച്ചാൽ 100% ഞാൻ ഉറപ്പിച്ചു പറയുന്നു, വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കിതിൻ്റെ ഫലം കിട്ടിയിരിക്കും. കാരണം അങ്ങനെ നമ്മുടെ മുൻപിൽ ദേവി ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം അത് നമ്മൾ ഉറപ്പിച്ചുകൊണ്ട് അത് കൺമുൻപിൽ കണ്ടുകൊണ്ട് നമ്മൾ ചൊല്ലുന്നതിനാണ് ഫലപ്രാപ്തി കൂടുതലായിട്ടുള്ളത്. അതല്ലാണ്ട് ഇതിന് പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഇനി അടുത്തതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇനിയിപ്പോൾ വൈകിട്ട് ചൊല്ലാൻ സമയമില്ലെങ്കിൽ രാവിലെ ബ്രഹ്മമുഹൂർത്തം മുതൽ ഒരു 7 മണിക്ക് ഉള്ളിൽ ഇത് ചൊല്ലി തീർക്കാനായിട്ട് ശ്രമിക്കണം. ഇനി എത്ര തവണയാണിത് ചൊല്ലേണ്ടത്? എല്ലാ ദിവസവും 11 തവണ വേണം നമ്മളിത് ചൊല്ലാൻ. അതായത് ആദ്യത്തെ 21 ദിവസം 11 തവണ നമ്മൾ ഈ ഒരു മന്ത്രം ജപിക്കണം. 21 ദിവസം എന്ന് പൂർത്തിയാകുന്നു അതിൻ്റെ പിറ്റേന്ന് മുതൽ നിങ്ങൾ ഒരേ ഒരു പ്രാവശ്യം ഈ ഒരു മന്ത്രം ജപിച്ചാൽ മതിയാവും. പ്രത്യേകിച്ച് ചൊവ്വ, വെള്ളി, പൗർണമി, അമാവാസി പോലുള്ള ദിവസങ്ങളിൽ മുടക്കാതെ നിങ്ങളിത് ജപിക്കണം. അങ്ങനെ ഒരു 3 മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ ആഴ്ചയിൽ 1-2 ദിവസങ്ങളിൽ, അതായത് ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ ജപിച്ചാൽ മതിയാവും. ഇനി ഇപ്പോൾ ഒരു 3 മാസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്ക് ആ മന്ത്രത്തിന് നമുക്കൊരു ശക്തി ലഭിക്കും. അത് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു അത് പെട്ടെന്ന് സാധിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ അറ്റ് ദ മൊമെൻറ്റിൽ നിങ്ങൾക്കൊരു ശുദ്ധി ഉണ്ടെന്നുണ്ടെങ്കിൽ, ശുദ്ധി എന്ന് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് പീരിയഡ്സ് ഒന്നുമില്ല, അതുപോലെ തന്നെ പുലവാലായ്മയൊന്നുമില്ല, നിങ്ങൾ കുളിച്ചിട്ടൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 108 പ്രാവശ്യം അവിടെ ഇരുന്ന് ഈ ഒരു മന്ത്രം ജപിച്ചാൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്കതിന് ഫലം ലഭിച്ചിരിക്കും. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ മക്കൾക്കൊരു അസുഖം വന്നു, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടൊരു പൈസയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇരുന്ന് 108 പ്രാവശ്യം ജപിക്കാം. പക്ഷേ ഇത് ആ ജപിക്കുന്ന രീതി ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളിത് എന്ന് ജപിച്ചു തുടങ്ങുന്നോ ആദ്യമായിട്ട് ജപിക്കുന്ന അന്ന് മുതൽ കണ്ടിന്യൂസ് ആയിട്ട് 21 ദിവസം എല്ലാ ദിവസവും 11 തവണ വെച്ച് ജപിക്കണം. 21 ദിവസം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇത് എല്ലാ ദിവസവും 1 തവണ വെച്ച് ജപിച്ചാൽ മതിയാകും. അതിനുശേഷം 3 മാസം, അതായത് 90 ദിവസം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ആഴ്ചയിൽ 2 ദിവസം, അതായത് ചൊവ്വ, വെള്ളി, അമാവാസി, പൗർണമിയൊക്കെ വരുന്ന സമയങ്ങളിൽ മാത്രം ജപിക്കണം. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പെട്ടെന്നൊരാവശ്യം വന്നു, ദേവിയുടെ ഒരു അനുഗ്രഹം വേണം, അമ്മയിൽ നിന്നൊരു ഉത്തരം വേണമെന്നുണ്ടെങ്കിൽ എപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ വരുന്നോ ആ ദിവസം കുളിച്ച് ശുദ്ധമായിട്ട് നിങ്ങൾക്ക് 108 പ്രാവശ്യം ജപിക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ രാവിലെയൊക്കെ കുളിച്ചു, നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ഒരു 2 മണിക്കോ 3 മണിക്കോ ഒക്കെയാണ് നിങ്ങൾക്ക് പെട്ടെന്നൊരാവശ്യം വന്ന് അതിനൊരു ഉത്തരം വേണമെന്നുണ്ടെങ്കിൽ കാലും കൈയും മുഖവും കഴുകിയിട്ട് നിങ്ങൾക്കിരുന്ന് ജപിക്കുക. അതിന് പ്രത്യേകിച്ച് ദീപം കൊളുത്തണമെന്നുള്ള ആവശ്യങ്ങളൊന്നും തന്നെയില്ല. പിന്നെ എപ്പോഴൊക്കെ ദേവീക്ഷേത്ര ദർശനം നടത്തുന്നു ആ സമയത്തും ദേവിയുടെ മുൻപിൽ, ആ ഒരു ശ്രീകോവിലിന് മുൻപിൽ നിന്നും ഇത് ജപിക്കാവുന്നതാണ്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു തിയറി എന്ന് പറയുന്നത്. ഇപ്പോൾ 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആഴ്ചയിൽ 2 പ്രാവശ്യം മാത്രം ഇത് ജപിച്ചാൽ മതിയാകും. അതെപ്പോഴും ഓർമ്മയിൽ വെക്കണം. ഇത് ലൈഫ് ലോങ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചൊല്ലാനായിട്ട് ശ്രമിക്കണം. നമ്മളിത് ചൊല്ലി നമുക്ക് കിട്ടുന്ന ആ ഒരു ശക്തി നമ്മൾ ഇല്ലാതാക്കി കളയരുത്. അതാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത്. സോ
ഇതാണ് മന്ത്രത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം. ഇനി മന്ത്രം എന്താണെന്നുള്ളത് ഞാൻ ദാ ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്, പറഞ്ഞും തരാം. ദേഹി സൗഭാഗ്യമാരോഗ്യം ദേഹി മേ പരമം സുഖം രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദിഷ്വോ ജഹി. ഇതാണ് മന്ത്രം. ദേഹി സൗഭാഗ്യം ആരോഗ്യം ദേഹി മേ പരമം സുഖം രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദിഷ്വോ ജഹി. എന്താണ് ഈ ഒരു മന്ത്രത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്? മന്ത്രത്തിൻ്റെ അർത്ഥം ഇതാണ്: ദേഹി സൗഭാഗ്യം ആരോഗ്യം. സൗഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എല്ലാ രീതിയിലുമുള്ള ഭാഗ്യം നമുക്കുണ്ടാവുക, പ്രോസ്പെരിറ്റി ഉണ്ടാകുക, സർവ്വസമ്പൽ സമൃദ്ധി ഉണ്ടാവുക എന്നുള്ളതാണ് പറയുന്നത്. ആരോഗ്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, നമ്മുടെ ഹെൽത്ത്, അതിനെയാണ് ഇവിടെ ആരോഗ്യം എന്ന് സൂചിപ്പിക്കുന്നത്. പരമം സുഖം, അതായത് പരമം സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? സന്തോഷം ഉണ്ടാകുക, അതായത് പരമവും സുഖം, എല്ലാം സുഖമായിട്ടിരിക്കണം. അതായത് നമുക്ക് നല്ല ആരോഗ്യവും ആവശ്യത്തിന് പണവും ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും സന്തോഷവാന്മാരായിട്ടിരിക്കും. ഇപ്പം പണമുണ്ട്, നമുക്ക് ആരോഗ്യമില്ലെങ്കിൽ നമ്മുടെ മനസ്സിന് സന്തോഷമുണ്ടാകുമോ? ഇല്ല. ആരോഗ്യമുണ്ട്, പക്ഷേ പണമില്ലെങ്കിലും നമുക്ക് സന്തോഷമുണ്ടാവില്ല. ഒരു മനുഷ്യന് അവന് ആവശ്യമുള്ള സമയം വരെ നല്ല രീതിയിലുള്ള ആരോഗ്യവും ആരുടെ മുൻപിലും കൈ നീട്ടാതെ സ്വന്തം കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പ്രാപ്തമാകുന്ന പണവും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഏതൊരു മനുഷ്യനും സന്തോഷവാനായിട്ടിരിക്കും. അതിന് കോടികളൊന്നും നമ്മുടെ കയ്യിൽ വേണമെന്നില്ല. നമ്മുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ നടന്നു പോകുക, ആരുടെ മുൻപിലും കൈ നീട്ടാതെ കടമില്ലാതെ ജീവിക്കാൻ വരിക, ഇതാണ് ഒരു മനുഷ്യൻ്റെ സന്തോഷത്തിന് ആധാരമെന്ന് പറയുന്നത്. ആ പണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് നല്ല ഭക്ഷണത്തിനും വസ്ത്രത്തിനും ഒന്നിനും ഒരു മുട്ടുണ്ടാവില്ല. അപ്പം നല്ല ആരോഗ്യവും ആവശ്യത്തിനുള്ള പണവും, അതാണ് ആദ്യത്തെ വരിയിൽ പറയുന്നത്. ദേഹി സൗഭാഗ്യം ആരോഗ്യം ദേഹി മേ പരമം സുഖം. അടുത്തത് രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദിഷ്വോ ജഹി. രൂപം എന്ന് പറയുന്നത് നമ്മുടെ രൂപത്തെയാണ് പറയുന്നത്, നമ്മുടെ സൗന്ദര്യത്തെയാണ് പറയുന്നത്. അടുത്തത് ജയം എന്ന് പറഞ്ഞാൽ വിജയം, നമ്മുടെ സക്സസിനെ തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അടുത്തതായിട്ട് യശോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെയിം എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഫെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ മുൻപിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഫെയിം ഉണ്ടാവണം. ആവശ്യത്തിന് ആരോഗ്യവും ധനവും ഒക്കെ നമുക്കുണ്ടായിട്ടും നമുക്ക് ചുറ്റും താമസിക്കുന്നവർ നമ്മളെപ്പറ്റി മോശമാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യവും നമ്മുടെ ധനവും കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് അസൂയാലുക്കളായിട്ടുള്ള വ്യക്തികൾ നമുക്ക് ചുറ്റും ജീവിക്കുന്നതിലല്ല. പകരം നമ്മളെപ്പറ്റി നമ്മുടെ ചുറ്റുമുള്ളവർ, അവനൊരു നല്ല മനുഷ്യനാണ്, മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ളവനാണ്, കരുണയുള്ളവനാണ് എന്ന് പറയുമ്പോൾ അതാണ് ശരിക്കുള്ള ഒരു വ്യക്തിയുടെ ഫെയിം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ഫെയിം എന്ന് ഉദ്ദേശിക്കുന്നത്. അവസാനത്തേത് ദേഹി യശോ ദേഹി ദിഷ്വോ ജഹി. എന്താണ് യശോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശത്രുക്കളെ തോൽപ്പിക്കാൻ നമുക്ക് സാധിക്കുക. ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ മനുഷ്യരെ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് കാമ ക്രോധ ലോഭ മോഹാദികളോടുണ്ടാവുന്ന താല്പര്യത്തെ നമുക്ക് ജയിക്കാൻ സാധിക്കണം. അതായത് അമിതമായിട്ട് കോപമുണ്ടാവുന്നത്, അമിതമായിട്ട് സ്വാർത്ഥ താല്പര്യങ്ങൾ ഉണ്ടാവുന്നത്, അമിതമായിട്ട് മറ്റുള്ളവരുടെ മുൻപിൽ മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടി അവരെക്കാൾ കൂടുതൽ മുൻപിൽ ജീവിക്കുന്നത് നമ്മളാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്, അമിതമായിട്ട് എന്തെങ്കിലും ഒരു വസ്തുവിനോട് മോഹമുണ്ടാവുന്നത്, ഇതിനെയൊക്കെ, അതായത് നമ്മുടെ വിചാരങ്ങൾ കൊണ്ട് തോൽപ്പിക്കാൻ, അതായത് അത് നമ്മുടെ ശത്രുക്കളാണ്, അവയെ നമുക്ക് തോൽപ്പിക്കാൻ സാധിച്ചാൽ നമ്മൾ വിജയിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. അല്ലാതെ അത് ഒരിക്കലും നമുക്ക് മുൻപിൽ വരുന്ന മനുഷ്യരായിട്ടുള്ള ശത്രുക്കളെ അല്ല സൂചിപ്പിക്കുന്നത്. കാരണം കുറച്ച് പേർക്ക് ആ ഒരു സംശയം വരും, അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. മനുഷ്യനായിട്ട് പിറന്നിട്ടുള്ള നമുക്കുള്ള കാമ ക്രോധ ലോഭ മോഹ മത മാത്സര്യമായിട്ടുള്ള ശത്രുക്കളെ നമ്മൾ തോൽപ്പിക്കുക എന്നതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ഒരു മന്ത്രത്തിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് നമുക്ക് നല്ല ആരോഗ്യം വേണം, സർവ്വസമ്പൽ സമൃദ്ധി ഉണ്ടാവണം, സന്തോഷമുണ്ടാവണം, നമുക്ക് നല്ല ഭംഗിയും വിജയവും നല്ല രീതിയിലുള്ള ഫെയിമും ഉണ്ടാവണം. അതുപോലെ തന്നെ
നമ്മളെ ഭരിക്കുന്ന നമ്മുടെ വികാരങ്ങൾ എന്നുള്ള ശത്രുക്കളെ നമുക്ക് തോൽപ്പിക്കാനുള്ള അനുഗ്രഹവും തരണം. ഇതാണ് ഈ ഒരു മന്ത്രത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഈ അർത്ഥം മനസ്സിലാക്കി അതേ രീതിയിൽ താഴ്മയോടുകൂടി നമ്മൾ ദേവിയെ പ്രാർത്ഥിക്കുക. 11 തവണ എല്ലാ ദിവസവും ചൊല്ലുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഉത്തരം എന്താണോ നിങ്ങൾ അമ്മയോട് പ്രാർത്ഥിക്കുന്നത് അതിനുള്ള ആൻസർ ദേവി തന്നിരിക്കും. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.